എയ്സ് ആപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വേർഡ് അനലോജി എന്ന ടോപ്പിക്കാണ്. ഇപ്പോൾ നമുക്കറിയാം, അനലോജി എന്ന് പറഞ്ഞാൽ സമാന ബന്ധം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ വേർഡ് അനലോജി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് വേർഡുകൾ തന്നിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കേ, ഇന്ത്യ, ന്യൂഡൽഹി, റഷ്യ, 3 വേർഡുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 വേർഡുകൾ നോക്കുക. ഇന്ത്യ ന്യൂഡൽഹിയോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നോ അതുപോലെ റഷ്യ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തിനോടാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ബന്ധം. അപ്പോൾ അവിടെ എന്തോ റിലേഷൻ കാണും. ഇന്ത്യയും ന്യൂഡൽഹിയും തമ്മിൽ എന്താണോ റിലേഷൻ, ആ റിലേഷൻ കണ്ടുപിടിച്ചിട്ട് റഷ്യയ്ക്കുള്ള റിലേഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇന്ത്യ ന്യൂഡൽഹി. അപ്പോൾ ഇന്ത്യ ന്യൂഡൽഹിയോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇന്ത്യയുടെ ക്യാപിറ്റലാണ് ന്യൂഡൽഹി അല്ലേ. അപ്പോൾ ഇവിടെ കൺട്രി ക്യാപിറ്റൽ റിലേഷൻഷിപ്പാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് കൺട്രി ക്യാപിറ്റൽ റിലേഷൻഷിപ്പാണ് തന്നിരിക്കുന്നത്. ഇന്ത്യയുടെ ക്യാപിറ്റലാണ് ന്യൂഡൽഹി, അങ്ങനെയാണ് റഷ്യയുടെ ക്യാപിറ്റൽ ഏതാണ്. ഇപ്പോൾ നോക്കി, നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ഒട്ടാവ എന്ന് പറയുന്നത് ഏത് കൺട്രിയുടെ ക്യാപിറ്റലാണ്? നമുക്കറിയാം, കാനഡയുടെ ക്യാപിറ്റലാണ് ഏത്? ഒട്ടാവ എന്ന് പറയുന്നത്. അടുത്ത നെയ്റോബി എന്ന് പറഞ്ഞാൽ ഏതാ? കെനിയ എന്ന് പറയുന്ന കൺട്രിയുടെ ക്യാപിറ്റലാണ് നെയ്റോബി. അടുത്ത ടോക്കിയോ എന്ന് പറഞ്ഞാൽ ഏതാണ്? ജപ്പാൻ എന്ന രാജ്യത്തിൻ്റെ ക്യാപിറ്റലാണ്. അപ്പോൾ നോക്കി, ഈ 3 ഓപ്ഷനിലും പെടാത്ത ഏതാ ഉള്ളത്? മോസ്കോ. അപ്പോൾ മോസ്കോ എന്ന് പറയുന്നത് ഏതാണ്? റഷ്യയുടെ ക്യാപിറ്റലാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. അപ്പോൾ നോക്കി, ഇവിടെ നമ്മൾ വന്നേക്കുന്നത് എന്താ? കൺട്രിയും ക്യാപിറ്റലും തമ്മിലുള്ള റിലേഷനാണ്. അപ്പം വേർഡ് അനലോജിക്ക് അത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു ടൈപ്പാണ്. എന്താണോ റിലേഷൻ അത് കണ്ടുപിടിച്ചിട്ട് ആൻസറിലേക്ക് എത്തുക. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ജനറൽ നോളജും കൂടെ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഈ ടോപ്പിക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനുള്ള വഴി. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചൈന, യുവാൻ, അതുകൊണ്ട് യു കെ എന്തിനോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ നോക്കിയാൽ ചൈനയും യുവാനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എങ്കിൽ യു കെക്ക് ബന്ധം വരുന്ന ഏതാണ്? ഓക്കെ, അപ്പോൾ നോക്കിയാൽ ചൈനയും യുവാനും കാണുമ്പോൾ നമുക്കറിയാം ചൈനയുടെ കറൻസിയാണ് ഏത്? യുവാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന റിലേഷൻ എന്ന് പറഞ്ഞാൽ കൺട്രിയും കറൻസിയും തമ്മിലുള്ള ബന്ധമാണ്. ഒരു രാജ്യത്തിൻ്റെ കറൻസിയാണ് നിൽക്കുന്നത് അല്ലേ. ചൈനയുടെ കറൻസിയാണ് ഏത്? യുവാൻ. അങ്ങനെയാണ് യു കെയുടെ കറൻസി ഏതാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, പൗണ്ടാണ് അല്ലേ. യു കെയുടെ കറൻസി ഏതാണ്? പൗണ്ടാണ്. ഓക്കെ, നമുക്ക് ബാക്കി 4 ഓപ്ഷൻസും ഉണ്ട്. 4 ഓപ്ഷൻ നമുക്ക് നോക്കാം. യെൻ എന്ന് പറയുന്നത് ഏത് രാജ്യത്തിൻ്റെ കറൻസിയാണ്? ജപ്പാൻ്റെ കറൻസിയാണ് അല്ലേ. യെൻ എന്ന് പറഞ്ഞാൽ ജപ്പാൻ്റെ കറൻസിയാണ്. ഡോളർ എന്ന് പറയുമ്പോൾ USA കറൻസിയാണ് അല്ലേ, അമേരിക്കയുടെ കറൻസിയാണ്. പെസോ എന്ന് പറയുന്നത് ഏത് രാജ്യത്തിൻ്റെ കറൻസിയാണ്? പെസോ എന്ന് പറയുന്നത് അർജൻറ്റീനയുടെ കറൻസിയാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾ ആദ്യം പറഞ്ഞത് കൺട്രിയും ക്യാപിറ്റലും തമ്മിലുള്ള റിലേഷനാണ്. ഇപ്പോൾ പറഞ്ഞതാ കൺട്രിയും കറൻസിയും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെയും കറൻസി എന്ത് ചെയ്യുക, നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എളുപ്പം ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാരോമീറ്റർ, പ്രഷർ, സീസ്മോഗ്രാഫ്. അപ്പോൾ നോക്കിക്കേ, ബാരോമീറ്റർ റിലേറ്റ് ചെയ്തത് എന്തിനോടാണ്? പ്രഷറിനോടാണ്. അങ്ങനെയാണ് സീസ്മോഗ്രാഫ് എന്തിനോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നോക്കിയാൽ ബാരോമീറ്ററും പ്രഷറും തമ്മിൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്ട്രുമെൻറ്റും മെഷർമെൻറ്റും അല്ലേ. ഒരു ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ച് എന്ത് മെഷർ ചെയ്യുന്നു? ഓക്കെ, അപ്പോൾ ബാരോമീറ്റർ എന്ന ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ചിട്ട് പ്രഷർ മെഷർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ സീസ്മോഗ്രാഫ് എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചേ, മെഷർമെൻറ്റ്, ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് മെഷർമെൻറ്റ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇൻസ്ട്രുമെൻറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റും അതിൻ്റെ മെഷർമെൻറ്റും ആ റിലേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് മെഷർമെൻറ്റ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, ബാരോമീറ്റർ എന്ന ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ചിട്ട് പ്രഷർ മെഷർ ചെയ്യുന്നു. അതുകൊണ്ട് സീസ്മോഗ്രാഫ് ഉപയോഗിച്ചിട്ട് എന്താണ് മെഷർ ചെയ്യുന്നത്? അപ്പോൾ നോക്കിയാൽ 4 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. സ്പീഡ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരെന്താ? ഓഡോമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. സ്പീഡ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് എന്താ? ഓഡോമീറ്റർ. അവിടെ നോക്കിക്കേ, കറണ്ട് നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് എന്താണ്? അമീറ്റർ അല്ലേ. അമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കറണ്ട് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് ഏതാ? ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് ഹൈഗ്രോമീറ്റർ എന്ന് പറയും. ഹൈഗ്രോമീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4ാമത്തെ ഓപ്ഷൻ ഏതാ? എർത്ത് ക്വിക്ക് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് ഏതാണ്? സീസ്മോഗ്രാഫ്. അപ്പോൾ സീസ്മോഗ്രാഫ് എന്ന ഇൻസ്ട്രുമെൻറ്റ് എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? എർത്ത് ക്വിക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എനർജി, അടുത്തത് വർക്ക്. നോക്കി, എനർജി ജൂളിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വർക്ക് എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ. എനർജി എന്ന് പറയുന്നത് ജൂളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് എന്തിനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ഇവിടെ എന്താ വന്നേക്കുന്നത്? ക്വാണ്ടിറ്റി ആൻഡ് യൂണിറ്റ് അവിടെ പറഞ്ഞേക്കുന്നത് അല്ലേ. എനർജി എന്ന ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഏത്? ജൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി ആൻഡ് യൂണിറ്റ് റിലേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്വാണ്ടിറ്റിയും അതിൻ്റെ യൂണിറ്റും. ഇവിടെ ക്വാണ്ടിറ്റി, എനർജി എന്ന ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഏത്? ജൂൾ. അങ്ങനെ വർക്ക് എന്ന ക്വാണ്ടിറ്റി മെഷർ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കി, റേഡിയൻസ് എന്ന് പറയുന്ന യൂണിറ്റ് അത് എന്ത് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്?
ആംഗിൾ അല്ലേ, ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, റേഡിയൻസ് എന്ന യൂണിറ്റ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്, പവർ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് വാട്ട് ഉപയോഗിക്കുന്നത്, പവർ. ഓക്കെ, അതുകൊണ്ട് ന്യൂട്ടൺ, അങ്ങനെ ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്ത് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും, ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ യൂണിറ്റാണ് ഇത് ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനർജി എന്ന ക്വാണ്ടിറ്റിയുടെ യൂണിറ്റാണ് ഇത് ജൂള്, റേഡിയൻസ് എന്ന് പറഞ്ഞ ആംഗിളിൻ്റെ യൂണിറ്റാണ്, വാട്ട് എന്ന് പറയുന്നത് പവറിൻ്റെ യൂണിറ്റാണ്, ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വർക്കിൻ്റെ യൂണിറ്റ് എന്താ, ജൂൾ തന്നെയായിരിക്കും. ഓപ്ഷൻ ഡി, വർക്കിൻ്റെ യൂണിറ്റും എനർജിയുടെ യൂണിറ്റും ഏതാണ്, ജൂളാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്യാറ്റിൽ ഹെഡ്, അങ്ങനെയാണ് മ്യൂസീഷ്യൻസ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ക്യാറ്റിൽ എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഹെഡ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് മ്യൂസീഷ്യൻസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ക്യാറ്റിലിൻ്റെ കൂട്ടത്തിന് പറയുന്ന പേരാണ് ഹെഡ് എന്ന് പറയുന്നത് അല്ലേ, ക്യാറ്റിലിൻ്റെ കൂട്ടം. അപ്പോൾ ഇവിടെ വന്നേക്കുന്നത് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് റിലേഷനാണ്. ഇൻഡിവിജ്വൽ അതിൻ്റെ ഗ്രൂപ്പ്. അപ്പോൾ ക്യാറ്റിൽ എന്ന ഒരു ഇൻഡിവിജ്വലാണ്, അതിൻ്റെ ഗ്രൂപ്പിന് പറയുന്ന പേരാണെന്ത്, ഹെഡ്. അങ്ങനെ മ്യൂസീഷ്യൻ എന്ന് പറയുന്നതിൻ്റെ ഗ്രൂപ്പ് എന്തായിരിക്കും, നമുക്കറിയാം ഓപ്ഷൻ ബി, ബാൻഡ് അല്ലേ, മ്യൂസീഷ്യൻ എന്ന് പറഞ്ഞാൽ ബാൻഡ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ട്രൂപ്പ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഗ്രൂപ്പിന് പറയുന്ന പേരാണ്, ട്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റിൻ്റെ ഗ്രൂപ്പിനാണ് നമ്മൾ എന്ത് പറയുക, ട്രൂപ്പ് എന്ന് പറയുന്നത് കേട്ടോ, ആർട്ടിസ്റ്റിൻ്റെ ഗ്രൂപ്പ്. അടുത്ത കൗൺസിൽ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഗ്രൂപ്പായിരിക്കും, മിനിസ്റ്റേഴ്സ് അല്ലേ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് കേട്ടിട്ടില്ലേ. അപ്പോൾ മിനിസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പാണെന്ത്, കൗൺസിൽ എന്ന് പറയുന്നത്. ഫ്ലോക്ക് എന്ന് പറയുന്നത് ഷീപ്പ്, ആട്ടിൻകൂട്ടത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലോക്ക് എന്ന് പറയുന്നത് ഷീപ്പ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്, ഓപ്ഷൻ ബി, ബാൻഡ്. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത് നോക്കിയേ, കൗ കാഫ്, അങ്ങനെയാണ് ഷീപ്പ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. കൗ എങ്ങനെ കാഫ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ആ ബന്ധം കണ്ടുപിടിച്ചിട്ട് ഷീപ്പ് എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി കൗവിൻ്റെ കുട്ടിക്ക് പറയുന്ന പേരാണെന്ത്, കാഫ് എന്നല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞ ഇൻഡിവിജ്വൽ ആൻഡ് യങ് വൺ, ഇൻഡിവിജ്വൽ ആൻഡ് യങ് വൺ, അതിൻ്റെ കുട്ടി. ഓക്കെ, കൗവിൻ്റെ കുട്ടിക്ക് പറഞ്ഞ പേരാണ് കാഫ്. അങ്ങനെയാണ് കിറ്റൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ക്യാറ്റിൻ്റെ കുട്ടിക്ക് പറഞ്ഞ പേരാണ് എന്ത്, കിറ്റൺ എന്ന് പറയുന്നത് അല്ലേ, ക്യാറ്റ്. ആണക്ക് പപ്പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡോഗിൻ്റെ കുട്ടിക്ക് പറയുന്ന പേരാണ് അല്ലേ, ഡോഗ്. ഓക്കെ, അതുപോലെ അങ്ങനെയാണെങ്കിൽ ലാമ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആട്ടിൻകുട്ടിക്ക് പറയുന്ന പേരാണ് ലാമ്പ്. അപ്പോൾ ഷീപ്പ് എന്തിനോട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, ലാമ്പിനോട് റിലേറ്റ് ചെയ്തിരിക്കുന്നു അല്ലേ, ഷീപ്പ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്, ഓപ്ഷൻ സി ആണ്. അങ്ങനെ നിംഫ് എന്ന് പറയുന്നത് എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു, കോക്രോച്ചിൻ്റെ കുട്ടിക്ക് പറയുന്ന പേരാണ് എന്ത്, നിംഫ് എന്ന് പറയുന്നത് അല്ലേ, ഓപ്ഷൻ ഡി. ഓക്കെ, നമുക്ക് 4 ഓപ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം കൗ കാഫിനോട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, അങ്ങനെയാണ് ഷീപ്പ് എന്തിനോട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, ലാമ്പിനോട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ആൻസർ ഓപ്ഷൻ ഡി ആണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത് ഹോഴ്സ് മേയർ, അങ്ങനെ വിസാഡ് എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഓക്കെ, ഹോഴ്സ് മേയർ. അപ്പോൾ ഹോഴ്സും മേയറും തമ്മിലുള്ള ബന്ധം എന്താണ്, ഓക്കെ, ഇവിടുത്തെ ബന്ധം എന്ന് പറയുന്നത് ഹോഴ്സിൻ്റെ ഫീമെയിൽ വേർഷനാണ് ഇത് മേയർ എന്ന് പറഞ്ഞത്. അപ്പോൾ മെയിൽ ഫീമെയിൽ റിലേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മെയിൽ ഫീമെയിൽ റിലേഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വിസാഡ് എന്നുള്ളതിൻ്റെ ഫീമെയിൽ വേർഷൻ എന്തായിരിക്കും, വിസാഡ് എന്ന് പറഞ്ഞാൽ മെയിൽ വേർഷനാണ്. അപ്പം അതിൻ്റെ ഫീമെയിൽ വേർഷൻ എന്തായിരിക്കും, ഓപ്ഷൻ ഡി, വിച്ച് എന്ന് പറയുന്നത് അല്ലേ, ഓപ്ഷൻ ഡി ആണ് എൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഓപ്ഷൻ എ ബിച്ച് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ആയിരിക്കും, ഡോഗിൻ്റെ ഫീമെയിലാണ് ബിച്ച്. വിക്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോക്സ്, കുറുക്കൻ്റെ ഫീമെയിലാണ് എന്ത്, വിക്സൺ എന്ന് പറഞ്ഞാൽ. നണ്ണ് എന്ന് പറയുമ്പോൾ മോങ്ക്, സന്യാസിനി അല്ലേ. ഓക്കെ, അപ്പോൾ 4 ഓപ്ഷൻസും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അടുത്തത് ഡക്ക് വാഡിൽ, അങ്ങനെയാണ് എലഫൻറ്റ് എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഡക്ക് എന്ന് പറയുമ്പോൾ താറാവ്, വാഡിൽ, അങ്ങനെയാണ് എലഫൻറ്റ് എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഡക്കും വാഡിലും നമ്മളുടെ ബന്ധം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡക്കും വാഡിൽ നമ്മൾ ബന്ധം എന്ന് പറഞ്ഞാൽ ഡക്കിൻ്റെ മൂവ്മെൻറ്റിന് പറയുന്ന പേരാണെന്ത്, വാഡിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ സത്യത്തിൽ ഇൻഡിവിജ്വൽ ആൻഡ് മൂവ്മെൻറ്റ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഡക്ക് വാഡിൽ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അങ്ങനെയാണ് എലഫൻറ്റ് എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നോക്കി, ഡക്കും വാഡിലും നമ്മളുടെ ബന്ധം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിന് ശേഷം എലഫൻറ്റ് എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നോക്കി, ഡക്ക് എന്ന് പറഞ്ഞാൽ താറാവ്, വാഡിലെന്ന് പറഞ്ഞ് ഈ താറാവിൻ്റെ മൂവ്മെൻറ്റിന് പറഞ്ഞ പേരാണെന്ത്, വാഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി ആനിമൽ ആൻഡ് മൂവ്മെൻറ്റ്,
ആനിമൽസും അതിൻ്റെ മൂവ്മെൻറ്റും, ആ റിലേഷനാണ് നമ്മളിവിടെ നോക്കേണ്ടത്. അപ്പോൾ നോക്കിയേ, ഡക്കിൻ്റെ മൂവ്മെൻറ്റിന് നമ്മൾ എന്ത് പറയും? വാഡിൽ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അത് ഓപ്ഷൻസ് ഉണ്ട്. എലഫൻറ്റിൻ്റെ മൂവ്മെൻറ്റാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ നമുക്കിവിടെ അറിയാവുന്ന ഫ്ലൈ എന്ന് പറയുന്നത് എന്തിൻ്റെ മൂവ്മെൻറ്റാണ്? ബേഡിൻ്റെ മൂവ്മെൻറ്റാണ് അല്ലേ? ബേഡ്സ് മൂവ് ചെയ്യുന്നതിന് നമ്മൾ ഫ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞത്. ഗാലോപ്പ് എന്ന് പറഞ്ഞതോ ഹോഴ്സിൻ്റെ മൂവ്മെൻറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗാലോപ്പ് എന്ന് പറയുന്നത്. ഹോഴ്സിൻ്റെ മൂവ്മെൻറ്റ്, ഹോഴ്സ് കുതിര ചാടി പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗാലോപ്പ് എന്ന് പറയുന്നത്. ലീപ്പ് എന്ന് പറയുന്നത് എന്തിൻ്റെ ആയിരിക്കും? റാബിറ്റ്, മുയലിൻ്റെ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എലഫൻറ്റിൻ്റെ മൂവ്മെൻറ്റ് പറഞ്ഞ പേരെന്തായിരിക്കും? ആംബിൾ, AMBLE. അതിൻ്റെ ഓപ്ഷൻ A ആയിരിക്കും ഈ ചോദ്യത്തിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ആനിമൽസ് ആൻഡ് മൂവ്മെൻറ്റ്, അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത് നോക്കിയാൽ ലയൺ, റോർ. അങ്ങനെയാണ് സ്നേക്ക് എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ നോക്കിക്കേ, ലയണും റോറും തമ്മിലുള്ള ബന്ധം എന്താണ്? ലയൺ ഉണ്ടാക്കുന്ന സൗണ്ടാണ് എന്ത് പറയുന്നത്? റോർ എന്ന് പറയുന്നത്. അങ്ങനെയാണ് സ്നേക്ക് ഉണ്ടാകുന്ന സൗണ്ടിന് പറയുന്ന പേരെന്താണ്? അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, ലയൺ ഉണ്ടാക്കുന്ന സൗണ്ടാണെന്ത്? റോർ, സിംഹം അലറുക എന്ന് പറയും അല്ലേ? അങ്ങനെ സ്നേക്ക് ഉണ്ടാക്കുന്ന സൗണ്ടിൻ്റെ പേര് നോക്കിക്കാം. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. 4 ഓപ്ഷൻസ് നമുക്ക് നോക്കാം. മ്യൂ, ഓപ്ഷൻ A എന്ന് പറഞ്ഞാൽ മ്യൂ, അത് എന്തിൻ്റെ സൗണ്ടാണ്? ക്യാറ്റ് ഉണ്ടാക്കുന്ന സൗണ്ടാണ് മ്യൂ എന്ന് പറയുന്നത്. അടുത്ത് നോക്കി ഓപ്ഷൻ B ക്വാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? താറാവ് ഉണ്ടാക്കുന്ന സൗണ്ടാണ്. ഡക്ക് അല്ലേ? ഡക്ക് ഉണ്ടാക്കുന്ന സൗണ്ടിനാണ് നമ്മൾ ക്വാക്ക് എന്ന് പറയുന്നത്. അത് ജിബർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മങ്കി ഉണ്ടാക്കുന്ന സൗണ്ടിനാണ് നമ്മൾ എന്ത് പറയണേ? ജിബർ എന്ന് പറയുന്നത്. മങ്കി ഉണ്ടാക്കുന്ന സൗണ്ടിന് നമ്മൾ പറയുന്നതാണ് ജിബർ. അങ്ങനെയാണ് ഈ സ്നേക്ക് ഉണ്ടാകുന്ന സൗണ്ടിന് എന്ത് പറയും? ഹിസ് എന്ന് പറയും അല്ലേ? HISS. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ D ആണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതവിടെ എന്താണ്? ആനിമൽ ആൻഡ് ദെയർ സൗണ്ട്, ആനിമൽസും അതിൻ്റെ സൗണ്ടും തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ലിസാർഡ്, റെപ്റ്റൈൽ. അങ്ങനെയാണെങ്കിൽ ഓസ്ട്രിച്ച് എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ നോക്കി, ലിസാർഡും റെപ്റ്റൈലും തമ്മിലുള്ള ബന്ധം എന്താണ്? ലിസാർഡ് എന്ന് പറയുന്നത് ഏത് ക്ലാസ്സിൽ പെടുന്ന ജീവിയാണ്? അപ്പോൾ ലിസാർഡ് എന്ന് പറയുന്നത് എന്താണ്? റെപ്റ്റൈൽ, ഉരകങ്ങൾ എന്ന വർഗ്ഗത്തിൽ പെടുന്ന ജീവിയാണെന്ന് ലിസാർഡ്. അങ്ങനെ ഓസ്ട്രിച്ച് എന്ന് പറയുന്നത് ഏത് വർഗ്ഗത്തിൽ പെടുന്നതാണ്? അപ്പോൾ തന്നിരിക്കുന്ന 4 ഓപ്ഷൻ, ആംബിബിയൻ എന്ന് പറഞ്ഞറിയാം നമുക്ക് എന്താ? ഉഭയജീവികൾ അല്ലേ? കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റുന്നത്. അതല്ല. മാമൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുലയൂട്ടി ജീവിക്കുന്ന അല്ലേ ജീവികൾക്കാണ് നമ്മൾ മാമൽസ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് റോഡൻ്റ് എന്ന് പറയുന്നത് റാറ്റ് വർഗ്ഗത്തിൽപ്പെട്ട ജീവികൾ പെടുന്ന ക്ലാസ്സാണ് റോഡൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓസ്ട്രിച്ച് എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പിൽ പെടുന്നതാണ്? ഇത് ആദ്യത്തെ 3 ഓപ്ഷനിലും പെടുന്നതല്ല. ഏതിൽ പെടുന്നതാണ്? ബേഡ് എന്ന കാറ്റഗറിയിൽ പെടുന്നതാണ് ഇത് ഓസ്ട്രിച്ച്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ലിസാർഡ് റെപ്റ്റൈലിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഓസ്ട്രിച്ച് എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബേഡിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, ഡോഗ്, കെന്നൽ, അങ്ങനെയാണ് സ്പൈഡർ. അപ്പോൾ നോക്കിയാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാം, ഡോഗ് കെന്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോഗ് താമസിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് കെന്നൽ അല്ലേ? അപ്പം ആനിമൽ അതിൻ്റെ ഡെല്ലിങ് പ്ലേസ് ആണ്, താമസ സ്ഥലം. ഓക്കെ, ഡോഗ് താമസിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് കെന്നൽ. അങ്ങനെയാണ് സ്പൈഡർ താമസിക്കുന്ന സ്ഥലം എന്തായിരിക്കും? തന്നിരിക്കുന്ന ഓപ്ഷൻ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓപ്ഷൻ B അല്ലേ? വെബ് ഇതായിരിക്കും അല്ലേ? ഓക്കെ, ഓപ്ഷൻ B ആണ് എൻ്റെ ആൻസർ. അപ്പോൾ നോക്കി നമുക്ക് ബാക്കി 4 ഓപ്ഷൻസും കൂടെ നോക്കാം. ഡെൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലയൺ താമസിക്കുന്ന സ്ഥലമാണ് ലയൺ. നെസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബേഡ് അല്ലേ? ഇഗ്ലൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? എസ്കിമോകൾ താമസിക്കുന്ന സ്ഥലത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്കിമോകൾ താമസിക്കുന്ന സ്ഥലത്തിന് പറഞ്ഞ പേരാണ് എന്ത്? ഇഗ്ലൂ എന്ന് പറയുന്നത്. അപ്പോൾ 4 ഓപ്ഷൻസും ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ B വെബ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കുറച്ച് GK കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ നമുക്ക് ഈ അനലോഗിയിലെ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, 12. കാർ, ക്യാരിയേജ്, അങ്ങനെയാണ് എയറോപ്ലെയിൻ. അപ്പോൾ എയറോപ്ലെയിൻ, കാർ എങ്ങനെ ക്യാരിയേജായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ എയറോപ്ലെയിൻ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം കാറ് സൂക്ഷിക്കുന്ന സ്ഥലമാണ് അല്ലേ ക്യാരിയേജ് എന്ന് പറഞ്ഞത്. അങ്ങനെ എയറോപ്ലെയിൻ കീപ്പ് ചെയ്യുന്ന സ്ഥലം, എയറോപ്ലെയിൻ സൂക്ഷിക്കുന്ന സ്ഥലം എവിടെയായിരിക്കും? അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന റിലേഷൻ എന്ന് പറഞ്ഞാൽ തിങ്സ് ആൻഡ് ദെയർ കീപ്പിംഗ് പ്ലേസ്, സാധനങ്ങളും അപ്പോൾ സൂക്ഷിക്കുന്ന സ്ഥലവും. അപ്പോൾ നോക്കിയേ, കാറ് സൂക്ഷിക്കുന്ന സ്ഥലമാണ് ക്യാരിയേജ്. അങ്ങനെ എയറോപ്ലെയിൻ സൂക്ഷിക്കുന്ന സ്ഥലം എന്താണ്? നോക്കിയാൽ നമുക്കറിയാം വാർഡ്രോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോത്ത് അല്ലേ? നമ്മുടെ തുണികൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ക്ലോത്ത് സൂക്ഷിക്കുന്ന സ്ഥലമാണ്
ഓക്കെ, അടുത്ത് നോക്കിക്കേ, ആർമറി എന്ന് പറയുമ്പോൾ എന്താണ്? ഗണ്ണല്ലേ, ഗണ്ണ് സൂക്ഷിക്കുന്ന സ്ഥലമാണ് ആർമറി. അവർക്ക് ഡിസ്പെൻസറി എന്ന് പറയുമ്പോഴോ മെഡിസിൻസ് അല്ലേ, മെഡിസിൻസ് സൂക്ഷിക്കുന്ന സ്ഥലമാണ്, കീപ്പ് ചെയ്യുന്ന സ്ഥലമാണ് ഡിസ്പെൻസറി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നാലാമത്തെ ഓപ്ഷൻ അല്ലേ, നാലാമത്തെ ഓപ്ഷൻ ഏതാ? ഹാങ്ങർ എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ ഓപ്ഷൻ്റെ അകത്ത് ഇവിടെ സ്പെല്ലിങ്ങിൽ ചെറിയ വ്യത്യാസമുണ്ട്. HANGAR ആണ്, ഇവിടെ E അല്ല AR ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ ഡി ആണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ബാഡ്മിൻ്റൺ കോർട്ട്, അങ്ങനെ ക്രിക്കറ്റ് എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ നോക്കിയേ, ബാഡ്മിൻ്റനും കോർട്ടും തമ്മിലുള്ള ബന്ധം എന്താണ്? ബാഡ്മിൻ്റൺ കളിക്കുന്ന സ്ഥലത്തിന് പറഞ്ഞ പേരാണ് എന്ത്? കോർട്ട് എന്ന് അല്ലേ. അപ്പോൾ ഇവിടുത്തെ റിലേഷൻ വന്നേക്കുന്നത് എന്താണ്? ഗെയിം, അതിൻ്റെ പ്ലേസ് ഓഫ് പ്ലേയിങ്, ആ ഗെയിം കളിക്കുന്ന സ്ഥലം. ബാഡ്മിൻ്റൺ കളിക്കുന്ന സ്ഥലമാണെന്ത്? കോർട്ട് എന്ന് പറയും. അപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലം. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് 4 ഓപ്ഷൻസ് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ചോദ്യത്തിൻ്റെ ആൻസർ ഏതാ? ഓപ്ഷൻ എ, പിച്ചാണ് ഇതിൻ്റെ ആൻസർ അല്ലേ. ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലത്തിന് നമ്മൾ ക്രിക്കറ്റ് പിച്ച് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കി ബാക്കി നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, ആ ഓപ്ഷൻസ് കൂടെ നമുക്ക് നോക്കാം. റിങ്, റിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബോക്സിംഗ് കളിക്കുന്ന സ്ഥലമാണ് റിങ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ബോക്സിംഗ്. ഓക്കെ, അതുപോലെ നോക്കി അരീന, അരീന എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്ലിംഗ് നടക്കുന്ന സ്ഥലത്തിന് പറഞ്ഞ പേരാണ്. റെസ്ലിംഗ് കളിക്കുന്ന സ്ഥലമാണ് ഇത് അരീന എന്ന് പറയുന്നത്. അവർക്ക് സ്റ്റേഡിയോ, സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ എന്താ? അത്ലറ്റിക്സ് അല്ലേ, നടക്കുന്ന സ്ഥലമാണ് സ്റ്റേഡിയം. അത്ലറ്റിക്സ് നടക്കുന്ന സ്ഥലമാണ് ഇത് സ്റ്റേഡിയം. ഓക്കെ, അപ്പോൾ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, പിച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത് നോക്കിയേ, ഓദർ, പെൻ, അങ്ങനെയാണെങ്കിൽ സോൾജിയർ എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓദർ എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? പെന്നിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ സോൾജിയർ എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഓദറും പെന്നും തമ്മിലുള്ള ബന്ധം എന്താണ്? ഓദറിൻ്റെ ടൂളാണ് എന്ത്? പെന്ന് അല്ലേ. ഓദർ എഴുതുന്നത് എങ്ങനെയാണ്? പേന ഉപയോഗിച്ചാണ്. അപ്പോൾ ഇവിടെ തന്നേക്കുന്നത് വർക്കർ, ആ വർക്കറിൻ്റെ ടൂള് അതാണ് ഇവിടെ തന്നേക്കുന്നത് അല്ലേ. വർക്കറിൻ്റെ ടൂള്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഓദറിൻ്റെ ടൂളാണ് എന്ത്? പെന്ന്. അങ്ങനെയാണെങ്കിൽ സോൾജിയറിൻ്റെ ടൂൾ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സോൾജിയറിൻ്റെ ടൂൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓപ്ഷൻ ബി, ഗൺ ആയിരിക്കും അല്ലേ. ഓപ്ഷൻ ബി, ഗണ്ണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, ഈ സ്റ്റെതസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ആരുടെ ടൂളായിരിക്കും? ഡോക്ടറിൻ്റെ ടൂളായിരിക്കും അല്ലേ. നീഡിൽ എന്ന് പറഞ്ഞാൽ അതായിരിക്കും ടൈലറിൻ്റെ ടൂളായിരിക്കും, ടൈലർ. ഇത് ഡോക്ടറിൻ്റെ ടൂൾ, ഇതാരുടെ ടൂളാണ്? ടൈലർ അല്ലേ. അപ്പോൾ ആക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വുഡ് കട്ടർ അല്ലേ, മരം വെട്ടുകാരൻ്റെ ടൂളാണ് എന്ത്? ആക്സ്. ഓക്കെ, അപ്പോൾ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, ഗണ്ണാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, 15ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. പെന്ന്, റൈറ്റ്, മൈക്രോസ്കോപ്പ്. അപ്പോൾ നോക്കിയേ, പെന്ന് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? റൈറ്റ് ചെയ്യാൻ വേണ്ടി. മൈക്രോസ്കോപ്പിന് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ വന്നേക്കണം എന്താ? ടൂളും ആ ടൂളിൻ്റെ ആക്ഷനും അല്ലേ. അപ്പോൾ പെന്ന് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു? എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് ടൂളും ആ ടൂളിൻ്റെ ആക്ഷൻ, ആ ടൂൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അല്ലേ. ടൂൾ ആൻഡ് ആക്ഷൻ. അപ്പോൾ നോക്കിയാൽ പെന്നിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ് ചെയ്യുക. പെന്ന് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടി? റൈറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത് എന്തിനായിരിക്കും? നമുക്ക് ഉള്ള കാര്യങ്ങളെ വലുതാക്കി കാണാൻ വേണ്ടിയല്ലേ. വലുതാക്കി കാണുക എന്ന് പറഞ്ഞ ഓപ്ഷൻ ഏതാണ്? മാഗ്നിഫൈ അല്ലേ. ഓപ്ഷൻ എ ആണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. അപ്പോൾ മൈക്രോസ്കോപ്പ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? മാഗ്നിഫൈ ചെയ്ത് കാണാൻ വേണ്ടിയാണ്, വലുതാക്കി കാണാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, മാഗ്നിഫൈ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ടൂൾ ആൻഡ് ആക്ഷൻ. പെന്ന് എന്ന് റൈറ്റ് എന്ന് പറഞ്ഞ് പെന്ന് ഉപയോഗിച്ച് നമ്മൾ എഴുതുന്നു. അപ്പോൾ പെന്നിൻ്റെ ആക്ഷനാണ് റൈറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ മൈക്രോസ്കോപ്പിൻ്റെ ആക്ഷൻ എന്താണ്? അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? മാഗ്നിഫൈ ചെയ്ത് കാണാൻ വേണ്ടി. അപ്പോൾ ആൻസർ ഏതാ? ഓപ്ഷൻ എ, മാഗ്നിഫൈ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, സെയിലർ, ഷിപ്പ്, അങ്ങനെ അമ്പയർ എന്നാണ് ചോദ്യം അല്ലേ. അമ്പയർ എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ നോക്കിക്കേ, ഈ സെയിലർ എന്ന് പറഞ്ഞാൽ ഷിപ്പ് അല്ലേ. അപ്പോൾ എന്താ? വർക്കറും വർക്ക് ചെയ്യുന്ന പ്ലേസുമാണ് അല്ലേ. സെയിലർ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വർക്കർ ആൻഡ് വർക്കിംഗ് പ്ലേസ് അല്ലേ. അപ്പോൾ നോക്കിയാൽ സെയിലർ എന്ന് പറഞ്ഞാൽ ആളെവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അമ്പയർ എന്ന് പറഞ്ഞാൽ ആളെവിടെയായിരിക്കും വർക്ക് ചെയ്യുന്നത്? അമ്പയർ ക്രിക്കറ്റ് കളിക്കില്ലേ നമ്മൾ അമ്പയറെ കണ്ടേക്കുന്നത്. അപ്പം ക്രിക്കറ്റ് കളി നടക്കുന്ന സ്ഥലം എവിടെയാണ്? പിച്ച്. അപ്പോൾ ആൻസർ ചെയ്ത് ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പം ചോദ്യം മനസ്സിലായല്ലോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, ടച്ച്, ഫീല്. അപ്പം അങ്ങനെയാണെങ്കിൽ ഗ്രീറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ്. നമ്മൾ ടച്ച് ചെയ്യണത് എന്തിനു വേണ്ടിയാണ്?
നമുക്ക് എപ്പോഴും ഒരു ഫീലിങ്സ് ഉണ്ടാകും, ഫീൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ടച്ച് ചെയ്യുന്നത് അല്ലേ. ടച്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, ടച്ചിങ് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഗ്രീറ്റ് ചെയ്യണത് എന്തിനു വേണ്ടിയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. സ്മൈല് കിട്ടാൻ വേണ്ടിയാണ് ഗ്രീറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സക്സസ്, അല്ലെങ്കിൽ മാനേഴ്സ്, അല്ലെങ്കിൽ അക്നോളജ്. ഇതിൻ്റെ 4 ഓപ്ഷനിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ട് ആൻസർ ഏതാ? ഓപ്ഷൻ ബി ആണ് അല്ലേ, അക്നോളജ് ചെയ്യാൻ. ഈ അക്നോളജ് ചെയ്യാന്ന് പറഞ്ഞൊരു അംഗീകാരം. നമ്മളൊരാളെ ഗ്രീറ്റ് ചെയ്യണത് എന്തിനു വേണ്ടിയാണ്? ഓക്കെ, നമ്മളയാളെ കണ്ടു എന്നുള്ളൊരു അംഗീകാരം അല്ലേ, നമ്മളയാളെ അംഗീകരിക്കുന്നതിന് തുല്യമാണ് അല്ലേ. അപ്പം ടച്ച് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഫീൽ കിട്ടാൻ. അപ്പം ഗ്രീറ്റ് ചെയ്യണത് എന്തിനാണ്? അക്നോളജ്. ഒരാളെ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമാണ് നമ്മളെ ഗ്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫ്രെയിം വർക്ക് ഹൗസ്, അങ്ങനെയാണ് സ്കെൽറ്റൻ എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ ഫ്രെയിം വർക്ക് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തിനോടാണ്? ഹൗസിനോടാണ്. സ്കെൽറ്റൻ എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ നമ്മൾ എങ്ങനെ ആൻസറിലേക്ക് എത്താൻ പറ്റിയ ക്വസ്റ്റ്യൻ നോക്കി. ഹൗസ് ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഫ്രെയിം വർക്ക് വേണം അല്ലേ. അങ്ങനെയാണ് നമുക്ക് സ്കെൽറ്റൻ എന്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്? സ്കെൽറ്റൻ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ബോഡി ബിൽഡ് ചെയ്യാൻ അല്ലേ. ഇപ്പോൾ സ്കെൽറ്റൻ ഉണ്ടെങ്കിൽ ആ ബോഡി ഉള്ളൂ. ഫ്രെയിം വർക്ക് വേണം. ഒരു ഹൗസ് ബിൽഡ് ചെയ്യണമെങ്കിൽ ഫ്രെയിം വർക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് സ്കെൽറ്റൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഏത്? ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ഹൗസ് റെൻറ്റ്, അങ്ങനെ ക്യാപിറ്റൽ എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇപ്പോൾ ഹൗസ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തിനോടാണ്? റെൻറ്റിനോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഹൗസിൽ നിന്ന് എന്ത് ചെയ്യും? റെൻറ്റ് കിട്ടും. അങ്ങനെ ക്യാപിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 4 ഓപ്ഷൻസ് ഉണ്ട്. ഇൻട്രസ്റ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്, കൺട്രി, മണി. അപ്പോൾ കറക്റ്റ് സ്കൂട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ. എന്താ, ഹൗസിൽ നിന്ന് നമുക്ക് റെൻറ്റ് കിട്ടും, ക്യാപിറ്റലാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും, പലിശ കിട്ടും. അപ്പോൾ കറക്റ്റ് സ്കൂട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ എ. ഓക്കെ, നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ഓർണിത്തോളജി ബേഡ്സ്, അടുത്ത എന്താ? കാർഡിയോളജി അല്ലേ. ഓക്കെ, ഓർണിത്തോളജി ബേഡ്സിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കാർഡിയോളജി എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ നമ്മൾ എന്താ അറിയേണ്ടത്? ആദ്യം ഈ ഓർണിത്തോളജിയും ബേഡ്സും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ ഓർണിത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ബേഡ്സിനെ പറ്റി പഠിക്കുന്ന ശാഖയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? ഓർണിത്തോളജി അല്ലേ. ഓർണിത്തോളജി എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റഡി ഓഫ് ബേഡ്സ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ആക്ച്വലി പറഞ്ഞേക്കുന്നത് എന്താണ്? സ്റ്റഡി ആൻഡ് ടോപ്പിക്ക്. ഏത് ടോപ്പിക്കിനെ പറ്റിയുള്ള സ്റ്റഡി ആണ്? അപ്പോൾ നോക്കിക്കേ, ബേഡ്സ് എന്ന ടോപ്പിക്കിനെ പറ്റി പഠിക്കുന്ന സ്റ്റഡിയാണ് ഇത് ഓർണിത്തോളജി. അങ്ങനെയാണെങ്കിൽ കാർഡിയോളജി എന്ന് പറയുന്നത് എന്തിനെ പറ്റി പഠിക്കുന്ന സ്റ്റഡിയാണ്. അപ്പോൾ നോക്കാം, നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. 4 ഓപ്ഷൻസ്. ആദ്യം ഡിസീസിനെ പറ്റി പഠിക്കുന്ന പഠനത്തിന് എന്താ പറയുന്നത്? പതോളജി എന്ന് പറയും. ഡിസീസിനെ പറ്റി പഠിക്കുന്ന പഠനം എന്താണ്? പതോളജി. അടുത്തത് നോക്കിക്കേ, ബോഡിയെ പറ്റി പഠിക്കുന്ന പഠനത്തിൻ്റെ ശാഖയ്ക്ക് പറയുന്ന പേരാണ് ഫിസിയോളജി എന്ന് പറയും. ഫിസിയോളജി എന്ന് പറയും. മൂണിനെ പറ്റി പഠിക്കുന്ന സ്റ്റഡിക്ക് പറയുന്ന പേരാണ് സെലീനോഗ്രാഫി എന്ന് പറയും. ഓക്കെ, മൂണിനെ പറ്റി പഠിക്കുന്ന പഠനത്തിന് പറയുന്ന പേരാണ് സെലീനോഗ്രാഫി. ഓക്കെ, അങ്ങനെ ആദ്യത്തെ 3 ഓപ്ഷൻസും അല്ല ആൻസർ അല്ലേ. ഏതാ? പതോളജി എന്ന് പറയുന്ന ഡിസീസിനെ പറ്റി പഠിക്കും, ഫിസിയോളജി എന്ന് പറഞ്ഞാൽ ബോഡിയെ പറ്റി, സെലീനോഗ്രാഫി എന്ന് പറഞ്ഞാൽ മൂണിനെ പറ്റി പഠിക്കുന്ന പഠനമാണ്. അപ്പം കാർഡിയോളജി എന്ന് പറഞ്ഞായിരിക്കും ഹാർട്ടിനെ പറ്റി പഠിക്കുന്ന ശാഖയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? കാർഡിയോളജി. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി അല്ലേ. കാർഡിയോളജി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റഡി ഓഫ് ഹാർട്ട്. ഓർണിത്തോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ബേഡ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അബോർഡ്, ഡെല്ലിങ്, അങ്ങനെ സെഡേറ്റ്. ഇപ്പോൾ നോക്കി, അബോർഡ് എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഡെല്ലിങ് എന്ന വാക്കുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ സെഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ നോക്കി, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാം നമുക്ക് എന്താണ് ഇത് സിനോണിംസ് അല്ലേ. അതായത് അബോർഡ് എന്ന വാക്കിൻ്റെ അതേ മീനിങ് വരുന്നൊരു വാക്കാണ് ഇത് ഡെല്ലിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സിനോണിംസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് സെഡേറ്റ് എന്ന വാക്കിൻ്റെ അതേ അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? സെഡേറ്റ് എന്ന വാക്കിൻ്റെ അതേ അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? നോക്കി, റീപ്ലേസ്. സെഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? മയക്കുക അല്ലെങ്കിൽ ഒന്ന് ശാന്തമാക്കുക എന്ന അർത്ഥമാണ് സെഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതേ അർത്ഥം വരുന്ന വാക്ക് ഏതാ? റീപ്ലേസ് അല്ല, എഡ്ജ് അല്ല, റിക്വസ്റ്റ് അല്ല. അപ്പോൾ ആൻസർ ഏതാണ്? കാം, ശാന്തമാക്കുക എന്നർത്ഥം അല്ലേ. അപ്പോൾ സെഡേറ്റ് എന്ന വാക്കിൻ്റെ അതേ അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? കാം എന്ന വാക്കാണ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, കാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നോക്കിയേ, അറ്റാക്ക്, ഡിഫെൻഡ്, അങ്ങനെയാണ് സിങ്ക് എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നത്? അറ്റാക്ക് എന്ന വാക്ക് ഡിഫെൻഡ് ചെയ്യുന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണ് സിങ്ക് എന്ന വാക്ക് എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നത്? നമുക്ക് നോക്കി, ഇവിടെ നോക്കി, അറ്റാക്കും ഡിഫെൻഡും തമ്മിലുള്ള ബന്ധം എന്താണ്? ആൻറ്റോണിമ അല്ലേ. ഓപ്പോസിറ്റ് വാക്കുകളാണ്, വിപരീതമായ അർത്ഥം വരുന്ന വാക്കുകളാണ്. അറ്റാക്ക് എന്നതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് എന്ത്? ഡിഫെൻഡ്. അല്ലെങ്കിൽ അറ്റാക്ക് എന്നതിൻ്റെ ആൻറ്റോണിയമാണ് എന്ത്?
ഡിഫെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ സിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്ന ഏതായിരിക്കും? സിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുക്കുക എന്നുള്ള അർത്ഥം അല്ലേ, അല്ലെങ്കിൽ ഒന്ന് ചുരുക്കുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ സിങ്ക് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന മീനിങ് വരുന്ന വാക്ക് ഏതായിരിക്കും? ഓപ്ഷൻ ബി എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. ഓപ്ഷൻ ബി അതാ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസറാണ് ഓപ്ഷൻ ബി എക്സ്പാൻഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേർഡ് അനലോജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം നമുക്ക് കുറച്ച് ജനറൽ നോളജ് ആവശ്യമാണ്. അതും കൂടെ നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.